ഹലോ, വെൽക്കം ടു ആദി ബ്ലോഗ്. ഇന്നത്തെ നമ്മളെ റെസിപ്പി ചിക്കൻ ബിരിയാണി കുക്കറിൽ 10 മിനിറ്റ് കൊണ്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണിച്ചു തരുന്ന വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഹലോ, ഇന്ന് നമ്മൾ ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചിക്കൻ ബിരിയാണിക്ക് ചിക്കനക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: 3 തക്കാളി, വലിയ ഉള്ളി 4 എണ്ണം, 4 മുളക്, 2 ഇഞ്ചി വെളുത്തുള്ളി, മല്ലിച്ചപ്പ്, പുതിന, ചിക്കൻ നന്നായി കഴുകിയെടുത്തത്. ഇതൊക്കെയാണ് നമുക്കതിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ. ഉള്ളിയും തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കാം. 4 മുളക്, വെളുത്തുള്ളി, ഇഞ്ചി, മല്ലിച്ചപ്പ്, പുതിന. ഇനി നമുക്ക് അരച്ചെടുക്കാം. അങ്ങനെ പേസ്റ്റ് രൂപമായിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് ഓയിൽ വാർന്ന് എണ്ണ ചൂടായ ഉള്ളിടുക. നന്നായി ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ തക്കാളി ചേർക്കുക. നന്നായി രണ്ടും കൂടി ഇളക്കുക. ഈ സമയം നമുക്കിതിലേക്ക് വേണ്ട മസാലകൾ ചേർക്കാം. 1 സ്പൂൺ മുളകും പൊടിയാണ് ചേർക്കുന്നത്. ഞാൻ ഈ അളവിലാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര ചേർക്കാം. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഞാൻ ഈ സ്പൂണാണ് ഇടുന്നത് കേട്ടോ. 1 സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. നന്നായി ഇളക്കാം. ഇനി കഴുകി വെച്ച ചിക്കൻ ചേർക്കാം. നന്നായി ഇളക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. ഇതിലേക്ക് കുരുമുളക് പൊടി ഇടാം. നന്നായി ഇളക്കി ചേർക്കാം. ഇതിലേക്ക് തൈര് ചേർക്കാം. ഇനി നന്നായിട്ട് ഇളക്കി ചേർക്കാം. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കുക. ഞാനൊരു സ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കണ്ട, അതിൽ തന്നെ വെള്ളമൊക്കെ ഉണ്ടാവും കേട്ടോ. നന്നായി ഇളക്കി ചേർക്കണം. ഇതൊന്ന് നമുക്ക് അടച്ചു വെക്കാം. 4 വിസിൽ വരെ കുക്കിച്ചെടുക്കാം. അങ്ങനെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ചിക്കനും ബീഫിലൊന്നും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, അതിലെല്ലാം വെള്ളം ഉണ്ടാവും. മസാലകളൊക്കെ കുറച്ചിട്ടാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ആവശ്യത്തിന് നിങ്ങൾക്ക് മസാലകൾ വേണമെന്നുള്ളവർക്ക് ഇടാം. അരി നന്നായി കഴുകിയെടുത്ത് 10 മിനിറ്റ് കുതിർത്താൻ വെക്കണം കേട്ടോ. നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ച അരി ചേർക്കുക. ചിക്കൻ 3 വിസിലടിച്ചതിന് ശേഷം അരി ഇടുക. അപ്പോൾ ഞാൻ ബസുമരിയാണ് എടുത്തിരിക്കുന്നത്. ഏത് അരിയായാലും കുഴപ്പമില്ല, ബിരിയാണി ഏത് അരിയായാലും നമുക്ക് കുഴപ്പമില്ല കേട്ടോ. അരി ഇട്ടിട്ട് 1 വിസിൽ പൊടി അടുപ്പിച്ചിട്ട് നമ്മൾ ചിക്കൻ ചോറ് ഇടണം. ഇതിലേക്ക് മല്ലിച്ചപ്പ് പുതിന അരിഞ്ഞതിടുക. കുക്കർ ബിരിയാണിയാണ്. 10 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കി എടുക്കാം. സിമ്പിളാട്ടോ. ഇനി ക്യാരറ്റ് ചേർക്കുക. ഇതിലേക്ക് ഏലക്ക, പട്ട, ഗ്രാമ്പു ചേർത്തുക. പൊടിച്ച് വെച്ചതാണ്. 1 കപ്പ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 കപ്പ് വെള്ളം ചേർക്കണം കേട്ടോ. ചൂടാക്കിയ വെള്ളമാണ്. അപ്പോൾ ചൂടാക്കിയ വെള്ളം അതിലേക്ക് ചേർക്കാം. ഇനി നമുക്ക് റൈസിക്കുള്ള ഉപ്പ് ചേർക്കാം. ഈ കപ്പിനാട്ടോ ഞാൻ അരി എടുത്ത് നിൽക്കണേ. അപ്പോൾ ഈ 1 കപ്പിനാണ് വെള്ളം പാരേണ്ടത്. നന്നായി ഇളക്കി ചേർക്കുക. കുക്കറിലാകുമ്പോൾ നമ്മൾ കുറക്കണം കേട്ടോ. 1 കപ്പ് അരിക്ക് 1 കപ്പ് വെള്ളം കേട്ടോ. അങ്ങനെയാണ് കണക്ക്. നന്നായി അടച്ച് 1 വിസിൽ വരെ കൂട്ടിച്ചാട്ടോ. ഇനി നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമ്മൾ 6 kg ഇട്ടിട്ടുണ്ട്. 6 kg ഇട്ടിട്ട് കാണിച്ചാൽ എൻ്റെ കയ്യിൽ ഫോണാകൊണ്ട് പറ്റുന്നില്ല. ഇതിലേക്ക് നമ്മൾ മുന്തിരി ചേർക്കുക.
ഇതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ് ചേർക്കാം. ഈ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി നമുക്കൊന്ന് കോരി എടുക്കാം കേട്ടോ. നമുക്കിനി ഉള്ളി ചേർക്കാം. ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ നന്നായി ഇളക്കാം. ചോന്ന കളറായിരുന്നു ഇതുവരെ നമ്മൾ ഇരിക്കണം. നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ കുക്കർ ബിരിയാണി ഉണ്ടാക്കാമെന്നാണ് കാണിക്കുന്നത്. ചിക്കൻ ബിരിയാണിയാണ്. ചിക്കൻ ബിരിയാണി നമ്മൾ കുക്കറിൽ ഈസി ആയിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. 10 മിനിറ്റ് മതി കേട്ടോ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതൊരു ബ്രൗൺ കളർ വരണം കേട്ടോ. അതുവരെ നമ്മൾ ആക്കിക്കൊണ്ടേ ഇരിക്കണം. കരിയുന്നത് ശ്രദ്ധിക്കുക. എൻ്റെ ഒരു റെസിപ്പിനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. എല്ലാവരും ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയണേ. 10 മിനിറ്റ് മതിട്ടോ. സിമ്പിളായിട്ട് നമുക്ക് ഇപ്പോൾ ഒരു ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്കത് പാത്രത്തേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മളെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ കുക്കറിൽ ചിക്കൻ ബിരിയാണി 10 മിനിറ്റ് കൊണ്ട് എങ്ങനെ തയ്യാറാക്കണമെന്നാണ് കാണിച്ചു നിൽക്കുന്നത്. നമുക്കിതിലേക്ക് 1/2 kg ചേർക്കാം. 1/2 kg പറഞ്ഞാൽ നല്ലൊരു മണം ഉണ്ടാവാനാണ് കേട്ടോ. നമുക്ക് ഈ 1/2 kg എണ്ണ ഇതിൽ മുകളിൽ കൂടെ പാരാട്ടോ. അപ്പോൾ ഞാനിങ്ങനെയൊക്കെ ഉണ്ടാക്കാറ്. ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അതാണ് നമ്മളെ കുക്കർ ചിക്കൻ ബിരിയാണി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണേ.